പ്രധാനപ്പെട്ട വാർത്ത പുറത്തുവരുന്നത് ധർമ്മസ്ഥല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ്. ധർമ്മസ്ഥല ക്ഷേത്രത്തെ അപമാനിക്കാൻ നടത്തിയ നീക്കത്തിൽ നടപടിയുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ധർമ്മസ്ഥല ക്ഷേത്രത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച 2 സംഘടനകൾക്ക് ചട്ടങ്ങൾ ലംഘിച്ച് വിദേശത്ത് നിന്ന് പണം ലഭിച്ചതായുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ED പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. ഉടനടി സംവാദ എന്നീ 2 സംഘടനകൾക്കെതിരെ ഫെമ നിയമപ്രകാരമാണ് EDയുടെ നടപടി. കർണാടകയിലെ ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തെ ഇകഴ്ത്താനും ക്ഷേത്രത്തിന്റെ മഹിമ തകർക്കാനുമുള്ള ഗൂഢനീക്കങ്ങളായിരുന്നു മുൻ ശുചീകരണ തൊഴിലാളിയുടെ ആരോപണങ്ങൾക്ക് പിന്നിലെന്ന് ഇതിനോടകം തെളിഞ്ഞു. ഇതിനു പിന്നാലെയാണ് ഉടനടി സംവാദ എന്നീ 2 NGOകൾക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടിയുമായി നീങ്ങിയത്. ഇരു സംഘടനകൾക്കും വിദേശത്തു നിന്ന് അനധികൃതമായി പണം ലഭിച്ചെന്നാണ് EDയുടെ പ്രാഥമിക നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് പ്രകാരം ED നിയമ നടപടികളിലേക്ക് കടന്നു. ഇരു സംഘടനകളുടെയും കഴിഞ്ഞ 5 വർഷക്കാലത്തെ പണയിടപാടുകൾ പരിശോധിക്കാൻ ആവശ്യമായ രേഖകൾ ലഭ്യമാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബാങ്കുകൾക്ക് നോട്ടീസ് നൽകി. ഇതിനു പുറമെ ധർമ്മസ്ഥലയ്ക്കെതിരെ നിരന്തരം യൂട്യൂബിൽ വ്യാജ വാർത്തകൾ ചമച്ച യൂട്യൂബർമാർക്കെതിരെയും നടപടിയുണ്ടാകും. വലിയ പാരിതോഷികങ്ങൾ കൈപ്പറ്റിയാണ് യൂട്യൂബ് ചാനലുകൾ വഴി ധർമ്മസ്ഥലയിലെ വ്യാജ വാർത്തകൾ നൽകിയതെന്നാണ് വിലയിരുത്തൽ. വ്യാജ ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢലക്ഷ്യമുണ്ടെന്ന് ഉറപ്പായതിന്റെ പശ്ചാത്തലത്തിൽ വിവിധ ഏജൻസികളും അന്വേഷണത്തിലാണ്. ജനം, ഡൽഹി.